ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം ടു സീരിയലില് ഇനി വരാൻ പോകുന്ന ഈ ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ഇത് ഞാൻ തമിഴ് റീമേക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. തമിഴിലെ ഭാഗം തന്നെയാണ് ഇപ്പൊ മലയാളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തമിഴിലെ ഭാഗം കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സുകന്യയും മാമനും കൂടിയുടെ തേക്കടിയിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ആ പോകുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് സുകന്യ കയറി പോണത് കേട്ടോ. അങ്ങനെ വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും ധർമ്മൻ എല്ലായിടത്തും യാത്രയൊക്കെ പറയണ്ടേ, ചേച്ചി, ഏട്ടാ, എടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരത്ത് ഇങ്ങനെ യാത്ര പ്രത്യേകം പറയണടാ, ആര്യ, മിത്രേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ യാത്ര പറയണേ. അളിയ, പോയിട്ട് വരാട്ടോ, പോയിട്ട് വാടാ എന്ന് പറയാണ്. സുകന്യ അതൊന്നും നോക്കാതെ, ഓ പറച്ചില് കേട്ടതൊന്നും വീട് മാറി പോവാണെന്ന് എന്നൊക്കെ വെച്ച് വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും സുകന്യ എടുത്ത് ധർമ്മം പറയുന്നുണ്ട്. സുകന്യ, അവിടത്തേക്ക് ഒന്ന് യാത്ര പറ. ഓ, ഇതിനിപ്പോ യാത്ര പറയാൻ എന്തിരിക്കുന്നു, ഹണിമൂണിനല്ലേ പോണത്, അല്ലാതെ വീട് മാറി പോവാന്നല്ലോ. എന്നാലും അങ്ങനെയല്ലല്ലോ സുകന്യ, നമ്മളൊരു യാത്ര പോകുമ്പോ എല്ലാവരും പറഞ്ഞിട്ട് വേണ്ടി പോവാൻ. ഓ പിന്നെ ധർമ്മേട്ടൻ കേറുന്നുണ്ടെങ്കിൽ കേറ് എന്ന് സുകന്യ പറയണം. അങ്ങനെ ധർമ്മ വണ്ടിയിലേക്ക് കയറേണ്ട സുകന്യയുടെ പെരുമാറ്റം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആർക്കും. പക്ഷെ അങ്ങനെ പരസ്പരം പറയുന്നില്ല, ധർമ്മന്റെ ഭാര്യ ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ ദേവി ഗോമതി ചെറുതായിട്ടാണെന്നുണ്ടെങ്കിലും ബാലനോട് പറയുന്നുണ്ട്, സുകന്യ ചെറിയൊരു അഹങ്കാരിയാണോന്ന് സംശയമുണ്ട് ബാലേട്ടാ. അങ്ങനെയൊന്നും പറയണ്ടോ, ചിലപ്പോ ആ കുട്ടിക്ക് നമ്മുടെ സാഹചര്യമായിട്ട് ഒത്തുപോകാൻ ചിലപ്പോ സമയം വേണ്ടി വരുമായിരിക്കും. ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് പറിച്ച് നടുവല്ലേടോ. പിന്നെ ആ കുട്ടിയെ വെച്ചാൽ ധർമ്മനായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അന്ന് അവളുടെ ധർമ്മന്റെ വിവാഹം മുടങ്ങിയപ്പോ അച്യുതൻ കണ്ടുപിടിച്ച പെൺകുട്ടിയാണല്ലോ. അവളുടെ ഇഷ്ടം പോലെ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, അതിന്റെ ചെറിയ നീരസമൊക്കെ ആയിരിക്കും. താൻ അത് മൈൻഡ് ചെയ്യുന്നു വേണ്ട. ആ കുട്ടി പോകെ പോകെ നമ്മുടെ കുടുംബമായിട്ട് ഓക്കെ ആയിട്ട്, അതാണ് കുടുംബത്തിനെ സ്നേഹിച്ച് ഓക്കെ ആയിട്ട് വന്നോളും എന്നൊക്കെ പറയണം. ശേഷം എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. മിത്രക്കും എന്തൊക്കെയോ സംശയം തോട്ടെ, ഈ സുകന്യക്ക് എന്തൊക്കെയോ ഒളിച്ചുകളയും ഉടായ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ആര്യം ചോദിക്കേണ്ട, എന്താ മിത്ര ആലോചിക്കണത്? ഒന്നുമില്ല ആര്യ. മനസ്സിലായി, സുകന്യേച്ചി പോയപ്പോ താ സുകന്യേച്ചിയുടെ മുഖത്ത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കേണ്ടത്. എന്ത് പറ്റിയടോ, തന്റെ പോലീസ് ബുദ്ധി എന്തെങ്കിലും ഉദിച്ചു വരുന്നുണ്ടോ? എനിക്കെന്തോ അവരുടെ പെരുമാറ്റത്തിലൊക്കെ ഇപ്പോഴും നല്ല സംശയമുണ്ട്. എടോ, തന്റെ സംശയം ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരുന്നു. അഥവാ താൻ അന്വേഷിക്കുന്ന രഹസ്യമായിട്ട് മാത്രമേ അന്വേഷിക്കാൻ പാടുള്ളൂ. നോക്ക്, ആ ധർമ്മമാമന്റെ ഭാര്യയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു കണ്ടു വേണം ഇടപെടാനായിട്ട്. ബാക്കിയുള്ളവരെ പോലെയല്ല. ധർമ്മമ്മയുടെ കാര്യം അറിയാലോ, ചെറിയൊരു കാര്യം മതി മാമൻ ആകെ വിഷമിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം എന്ത് വേണം ചെയ്യാൻ. അതൊക്കെയാണ് അത്രേ ചെയ്യുള്ളൂ ആര്യ എന്നൊക്കെ പറയണം. മിത്ര മനസ്സ് വിചാരിക്കാണ്, എന്തായാലും ഇവരെ കുറിച്ചൊന്ന് അന്വേഷിച്ചേ പറ്റും. ദേവിയെടുത്ത് ആദ്യം വന്നപ്പോ ചെറിയൊരു ഇത് തോന്നിയെങ്കിലും പക്ഷെ ദേവിയടുത്ത് പഞ്ച് പാവമാണ്, അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവര് അഹങ്കാരം കുറച്ചുണ്ട് എന്നൊക്കെ മിത്ര മനസ്സിൽ വിചാരിക്കാട്ടോ. അതേസമയം നമ്മുടെ ആനന്ദാണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒപ്പിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, ആരെയും വിവരം അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്ക് നിന്റെ വഴി ഇറങ്ങി വേറെ ജീവിതത്തിലേക്ക് കടക്കാം, വേറെ ആളെ വിവാഹം കഴിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോ ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ആനന്ദേട്ടനെ വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരാളെ വിവാഹം കഴിക്കുമെന്ന്? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതം നിനക്ക് തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ കോടീശ്വരനായിട്ടുള്ള ആരെങ്കിലൊക്കെ നിന്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കും. അവരങ്ങനെയാണല്ലോ ഈ സാധുവായിട്ടുള്ള എന്നെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കള്ളം പറഞ്ഞ് ഇനിയും നിന്റെ വിവാഹം വേണമെങ്കിൽ നടത്തൂ. മോളുടെ ആദ്യ വിവാഹമൊക്കെ ഒന്ന് പണ്ട് നടത്തിയതൊക്കെ വരും. എന്തായാലും അവര് പറഞ്ഞ പോലെ തന്നെ നീ ജീവിച്ചോ, അതേ നിനക്ക് പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇനി വരുന്ന ആളെങ്കിലും അതാണെങ്കില് നുണ പറഞ്ഞ് പറ്റിച്ച് കല്യാണം കഴിപ്പിക്കാതിരിക്കും. നിങ്ങൾക്ക് ഒരു മോള് കൂടിയല്ലേ, അതിനെങ്കിലും മാന്യ മര്യാദയ്ക്ക് വിവാഹം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വന്ന് നിൽക്കും എന്ന് പറഞ്ഞിട്ട് ആ ആനന്ദ് പറഞ്ഞത് ആ ഡിവോഴ്സ് പേപ്പറിൽ സമയവും അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് കോടതിയിൽ ഹാജരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പോകാട്ടോ. ദേവി പൊട്ടിക്കരയാണ്. നമ്മുടെ ഉദയഭാനു പണ്ട്, മോളെ നീ കരയണ്ട, ഞാൻ നിന്നെ അവിടെ എങ്ങനെയെങ്കിലൊക്കെ ദേവമംഗലത്ത് കയറ്റിയിരിക്കും. അച്ഛനൊന്നും മിണ്ടാതിരിക്കെ, നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെയായത്. കല്യാണത്തിന് മുമ്പ് തന്നെ ആനന്ദേട്ടന്റെ സത്യങ്ങളൊക്കെ പറയാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞാണ്, അപ്പോഴൊന്നും നിങ്ങൾ കേട്ടില്ല. അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഇത്രയൊന്നും എന്നോട് ദേഷ്യപ്പെടില്ലായിരുന്നു. ഇത് ആനന്ദേട്ടന്റെ പല കള്ളങ്ങളും പറഞ്ഞ്, അന്നെങ്കിൽ ഒരു കള്ളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം പല പല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. നിങ്ങൾ ഇനി ഒന്നും ഇടപെടണ്ട, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ചത്തുടങ്ങിയാലും നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട. മോളെ നീ എന്തൊക്കെയാ പണത്, നിന്നെ അങ്ങനെ ചത്തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രസവിച്ചത് എന്ന് ശ്രീകരൻ ചോദിക്കുമ്പോഴേക്കും, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ പ്രസവിച്ചത്, നിങ്ങൾക്ക് എന്നെ കൊന്നൂടായിരുന്നോ, ഇത് അതിനേക്കാളും നല്ലത് എന്നൊക്കെ പണ്ട് ദേവി അകത്തൊക്കെ കയറി പോവാട്ടോ. അതിനുശേഷം അകത്ത് പോകുമ്പോൾ ദേവിക്ക് ചെറിയ തലകറക്കം പോലെ തോന്നാണ്. എന്താ മോളെ, എന്തു പറ്റി, ഇന്നലെ നിനക്ക് ചെറിയ തലകറക്കം പോലെ ഉണ്ടായല്ലോ? അറിയില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് ദേവി അവിടെ ഇരിക്കാട്ടോ. ആ സമയത്ത് ഉദയഭാനിനെ ചോദിക്കുന്നുണ്ട്, ശ്രീകലെ അവൾക്കിനി വിശേഷം എന്തെങ്കിലും ഉണ്ടോ? പെണ്ണിന്റെ മട്ടും പാവൊക്കെ കണ്ട് എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെ എന്തിനുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു.
നീ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ ഗർഭിണിയാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് മോൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്ക്. അത് വാങ്ങിക്കാനും പൈസ വേണ്ട മനുഷ്യ. ഇടി അതിന് എത്ര രൂപയോ? അതിനൊരു 10-20 രൂപ ഉള്ളായിരിക്കും. ആ, അത് നീ മെഡിക്കൽ ഷോപ്പിൽ കടം പറഞ്ഞിട്ട് മേടിച്ചിട്ട് വാ. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ എങ്ങനെ എന്തെങ്കിലും ആവട്ടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പ്രഗ്നൻസി കിറ്റ് ഒരെണ്ണം വാങ്ങിക്കാട്ടോ. എന്നിട്ട് ദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, എന്താ അമ്മ ഇത് പ്രഗ്നൻസി കിറ്റാ. അല്ല, മോള് പ്രഗ്നന്റ് ആണോ എന്ന് ഒരു സംശയം പോലെ. അപ്പൊ ദേവി ഇങ്ങനെ ആലോചിക്കുകയാണ്, ശരിയാണല്ലോ, താൻ പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയം ദേവിക്കും തോന്നുവാണ്. അമ്മേ, ഞാൻ പ്രഗ്നന്റ് ആയിരിക്കോ? ആ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നണത്. ഞാൻ 2 പ്രസവിച്ചതല്ലേ, അതുകൊണ്ട് ഈ ഗർഭിണികളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നീ എന്തായാലും ഈ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യ്. അപ്പോ നമുക്കറിയാൻ സാധിക്കും. 1 വരെയാ വരുന്നെങ്കിൽ നീ പ്രഗ്നന്റ് അല്ല, 2 വരെയാ വരുന്നെങ്കിൽ നീ പ്രഗ്നന്റ് ആണ്. ശരി, മോൾ ബാത്റൂമിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ദേവിനെ വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ഈശ്വര, പ്രഗ്നന്റ് ആയിരിക്കുന്ന പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോണത്. പക്ഷെ ദേവി അത് ടെസ്റ്റ് ചെയ്യില്ല കേട്ടോ. നേരെ കൊണ്ടിട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു ഒരു പാത്രത്തിൽ, ചെറിയൊരു ഡപ്പീന്റെ മൂടിയിൽ യൂറിനും അതുപോലെ തന്നെ കിറ്റും അമ്മയുടെ കയ്യിലാണ് കൊടുക്കണം. അമ്മ എനിക്ക് നോക്കാൻ വയ്യ, അമ്മ തന്നെ നോക്കാൻ പറയാണ്. ശരിക്കും തമിഴില് വിദ്യയാണ് ഇത് നോക്കുന്നത്. അതായത് നമ്മുടെ ദേവിയുടെ അനിയത്തി ഉണ്ടല്ലോ, വിദ്യയാണ് ഇങ്ങനെ നോക്കുന്നത്. പക്ഷെ ഇതിലിപ്പോ വിദ്യ ഇല്ലാത്തത് കൊണ്ട് സ്ത്രീകളെ തന്നെയായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ തമിഴിൽ അങ്ങനെയാണ്, മലയാളത്തിൽ വ്യത്യാസം വരുമെന്ന് അറിയില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കുമാണ് നമ്മുടെ ദേവി പ്രഗ്നന്റ് ആണെന്ന് അതിലൂടെയാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതറിയുമ്പോൾ തന്നെ ദേവിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ, വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ദേവി സന്തോഷം കൊണ്ട് മല മറിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അതിലെന്തൊക്കെയോ ഉടായിപ്പ് സ്ത്രീകളെ ഉദയഭാനും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ദേവി ശരിക്കും പ്രഗ്നന്റ് അല്ല, അത് വേറെ കാര്യം. എന്തായാലും പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ തന്നെ സ്ത്രീകളെ ഉദയഭാനു അപ്പൊ തന്നെ വാടി സ്ത്രീകളെ എന്ന് വിളിച്ച് ഉദയഭാനു ഒരു നമ്മുടെ ബേക്കറി പോയിട്ട് കടം പറഞ്ഞു ഒരു വലിയ പാക്കറ്റ് ലഡു മേടിക്കുകയാണ്. എന്നിട്ട് ഉടുത്തൊരുങ്ങി ഒന്നും അറിയാത്ത പോലെ ദൈവമംഗലത്തിലേക്ക് പോവാണ്. അവരെ കാണുമ്പോൾ തന്നെ ബാലന്റെ ദേഷ്യം വരുന്നു കേട്ടോ. ബാലന്റെ അടുത്തും എല്ലാവരും വിളിച്ചു വരുത്താണ് ഉദയഭാനു. അതെ, എല്ലാവരും കൊണ്ട് വന്നേ, എല്ലാരും വാ, ധർമ്മനും ഭാര്യ എവിടെ, അവര് ഹണിമൂണിന് പോയിരിക്കുക എന്ന് ഗോമതി പറയാ. നിങ്ങളിരിക്കെ നിൽക്കാനൊന്നും സമയമില്ലേ എന്റെ ചേച്ചി, സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. സന്തോഷ വാർത്തയോ? അത് എല്ലാവരും ഉണ്ടോ? എല്ലാവരും ഉണ്ട് എന്ന് എല്ലാവരും ഒരേ ലഡു പിടിക്കുക എന്ന് പറഞ്ഞ് ലഡു കൊടുക്കാണ്. അപ്പൊ ആരെയും ചോദിക്കണ്ട, അങ്ങളെ സന്തോഷ വാർത്ത എന്താന്ന് പറ. സന്തോഷ വാർത്ത കേട്ടിട്ട് ലഡു കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മധുരം കൂടും എന്ന് പറയാണ്. ആ, ശരി, എങ്കിൽ എല്ലാവർക്കും സന്തോഷ വാർത്ത ഞാൻ പറയാം. നമ്മുടെ ദേവിക്കും ആനന്ദിനും കുഞ്ഞു ജനിക്കാൻ പോണു. ദേവി മോള് 2 മാസം പ്രഗ്നന്റ് ആണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവരും വല്ലാത്ത സന്തോഷമാവട്ടെ, ഷോക്കാവുന്നത്, സന്തോഷാവുന്നത്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഗോമതി ചോദിക്കണേ, സത്യമാണോ? അതെ, സത്യമാണോ? അയ്യോ, എനിക്ക് എന്റെ മോളെ ഇപ്പൊ തന്നെ കാണണം, അവളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് എനിക്ക് അവളെ കാണാൻ കൊതിയായി. അതെ അതെ ഗോമതി, എനിക്ക് മനസ്സിലായി, എനിക്കും ദേവിമോളെ കാണാൻ തോന്നുന്നുണ്ട് ഇപ്പോ. അതായത് അത്രയും നേരം ശത്രുതയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ബാലന്റെ മനസ്സ് പോലും ആ ഒരു വാർത്ത കേട്ടപ്പോ സന്തോഷം കൊണ്ട് അവരുടെ ശത്രുതയും അവരോടുള്ള പകയും ദേഷ്യവും ഒക്കെ പോയിട്ടോ. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ ആനന്ദിന് സന്തോഷം ആവുന്നുണ്ടെങ്കിലും ആനന്ദിന് ആ ദേഷ്യം ഉണ്ടല്ലോ അത് മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ബാലന്റെ ദേഷ്യം വരെ മനസ്സിൽ നിന്ന് പോയി, പക്ഷെ ആനന്ദിന്റെ ദേഷ്യം അപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ ദേവിനെയും കൂട്ടിക്കൊണ്ട്, അപ്പൊ ദേവി ഓൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. ദേവിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ സ്ത്രീകളെ വരുവാണ്. ദേവി എടുത്ത് ഗോമതി പെണ്ണുമ്പോൾ അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് ആരതി കുഴിഞ്ഞ് കണ്ണീറൊന്നും കിട്ടണ്ട പറഞ്ഞിട്ട് ആരതി കുഴിഞ്ഞിട്ടാണ് ദേവിനെ അകത്തേക്ക് കയറ്റണത്. അപ്പോ നമ്മുടെ മിത്രയും അതുപോലെ തന്നെ നമ്മുടെ മീനും കൂടി വേഗം തന്നെ ദേവിനെ കെട്ടിപ്പിടിക്കട്ടെ, ദേവി എടുത്തേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ വയറ്റിലേക്ക് എന്റെ തലോടുന്നൊക്കെ ഇടോ കുഞ്ഞുവാവ വരാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം കേട്ടോ. ആര്യ അതുപോലെ തന്നെ ആകാശം നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം, ഇന്ന് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കണം, ദേവി എടുത്തിന് നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ദേവിനെ കണ്ണിൽ ഉണ്ണു പോലെ നോക്കുക കേട്ടോ. പക്ഷെ ഇതിന്റെയൊക്കെ അവസാനം 1 മാസം കഴിയുമ്പോൾ അറിയാൻ സാധിക്കും നമ്മുടെ ദേവി പ്രഗ്നന്റ് അല്ലെന്നുള്ള സത്യമായിട്ടുള്ള കാര്യം. അതും അറിയണത് ആനന്ദ് തന്നെയാണ് കേട്ടോ. അതെങ്ങനെയാന്നുള്ളത് അടുത്ത വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.